ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദാസന്മാരെ, നാം നിങ്ങളെ നന്മയും തിന്മയും നൽകി പരീക്ഷിക്കും. അല്ലാഹു തആല പറഞ്ഞ വാക്ക്, നന്മയും നൽകി തിന്മയും നൽകി പരീക്ഷിക്കും. അധികാരം നൽകും, സമ്പത്ത് നൽകും, ആൾബലം നൽകും, ആയുധബലം നൽകും, ഇങ്ങനെയും പരീക്ഷിക്കും. ഒന്നുമില്ല, അധികാരമില്ല, ആൾബലമില്ല, സമ്പത്തില്ല, അങ്ങനെയും അല്ലാഹു പരീക്ഷിക്കും. എന്തിന്? വഇലൈനാ തുർജഊൻ. അവനിലേക്ക് മടങ്ങി വരാൻ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹ് ഒരുവനുണ്ട്, അവനിലേക്ക് നമ്മൾ മടങ്ങണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യം, ഹേ മാനവ സമൂഹമേ, ഐശ്വര്യം നിങ്ങൾക്ക് നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും. ധന്യത നൽകി പരീക്ഷിക്കും, ദാരിദ്ര്യം നൽകി പരീക്ഷിക്കും, സാമ്പത്തികമായ ഐശ്വര്യം നൽകി പരീക്ഷിക്കും, പട്ടിണിയുടെ കടക്കാരനായി നാം നിങ്ങളെ പരീക്ഷിക്കും, മാരകമായ രോഗങ്ങൾ നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും, സന്താനമില്ലാതെയും ഇനി സന്താനങ്ങളെ നൽകിയും നാം നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ ആ പരീക്ഷണങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോ അല്ലാഹുവേ, ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്ന പരീക്ഷണങ്ങളാണ്. നിന്നെ കുറിച്ച് അറിയുവാനും നിന്റെ ഔദാര്യത്തെ മനസ്സിലാക്കുവാനും നാളെ പരലോക ജീവിതത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുവാനുമാണ് ഈ പരീക്ഷണങ്ങൾ എന്ന് മാനവ സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണേ. അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് ഖുർആൻ. الذين إذا أصابتهم مصيبة, നിങ്ങൾക്കൊരു മുസീബത്ത് സംഭവിച്ചാൽ, നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ, നിങ്ങൾക്കൊരു മാറാവ്യാധി സംഭവിച്ചാൽ, ഖാലൂ, അവർ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര പ്രതിസന്ധികളായാലും, എത്ര അത്യാഹിതങ്ങളിലായാലും, എന്ത് പ്രശ്ന സങ്കീർണമാകട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആപത്തോ ഒരു അപകടമോ ഒരു അപായമോ സംഭവിച്ചാൽ നിങ്ങൾ പറയണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിലുള്ളവരാണ്, അവനാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, അവനാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, അവനാണ് ഞങ്ങളെ സംഹരിച്ചവൻ, അവനാണ് ഞങ്ങൾക്ക് ഔദാര്യം നൽകുന്നവൻ, അവനാണ് ഞങ്ങളുടെ രക്ഷകൻ, അവൻ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, അവൻ തന്നെയാണ് ഞങ്ങൾക്ക് വചനം നൽകുന്നവൻ, അവനാണ് ഞങ്ങളെ മരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അല്ലാഹ്, നിന്നിൽ നിന്നാണ് ഞങ്ങൾ വന്നത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് ഓരോ ആപത്തുകളും മുസീബത്തുകളും വരുമ്പോൾ ജനങ്ങളെ നിങ്ങൾ പറയണേ. അതിനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു മുസീബത്ത് വരുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കാണ്. അങ്ങനെ മുസീബത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹുവിന്റെ
കാരുണ്യം അവരിലേക്ക് വർഷിക്കുമത്രേ, അല്ലാഹുവിന്റെ ഉദാരത അവനിലേക്ക് ഇറങ്ങുമത്രേ, അല്ലാഹുവിന്റെ സഹായം അവനിലേക്ക് ഇറങ്ങുകയും അവൻ തന്നെ വിജയിച്ചവനും സദ്ഗുണ സമ്പന്നനും അവൻ തന്നെയാണ്. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങരുത്, എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങരുത്, മുന്നോട്ട്, അങ്ങനെ മുന്നോട്ട് നിൽക്കണം. എല്ലാരും മരിക്കും, എല്ലാരും മരിക്കും. ഒരു മനുഷ്യൻ പോലും ഈ ഭൂമുലോകത്ത് ജീവിച്ചിരിക്കില്ല. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും മരിക്കും. എല്ലാരും കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. അല്ലാഹു പറഞ്ഞു, 100 നില കൊട്ടാരം, 200 നില കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് സൗധങ്ങൾ, കൊട്ടാരങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അധികാര സ്ഥിരാ കേന്ദ്രങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കും. എല്ലാം നശിക്കും. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അല്ലാഹുവിന്റെ തിരുമുഖമല്ലാത്തതെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എത്ര വലിയ അഹങ്കാരിയും ധിക്കാരിയും ജീവിച്ച നാടാണ് ഈ ലോകം. ആ അഹങ്കാരികളെ ധിക്കാരികളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. മുഴുവൻ പേരെയും ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫറോവയെ അല്ലാഹു തആല തകർത്തു. ഖാറൂനെ അല്ലാഹു തകർത്തു. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ഖാറൂനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്തു. അധികാരം കൊണ്ട് അഹങ്കരിച്ച ഹാമാനെ അല്ലാഹു തആല തകർത്തു. ഇബ്രാഹിം നബിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച നമ്രൂദിനെ അല്ലാഹു തആല തകർത്തു. മുഴുവൻ പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്തു. തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പരിശ്രമമുണ്ട്. ആരും പോകാൻ പറ്റൂല എന്ന് പറയണ്ട, എല്ലാവരും പോയേ മതിയാവും. എല്ലാവരും പോകണം, എല്ലാവരും പോകണം. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആയത്ത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, നമ്മൾ അല്ലാഹുവിൽ ഉള്ളവരാണ്, വ ഇന്നാ, തീർച്ച നാം, ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് നമ്മൾ മടങ്ങുന്നവർ. മയ്യത്ത് കൊണ്ട് കബറിൽ അടക്കുമ്പോൾ മണ്ണിട്ട് മൂടുമ്പോൾ പറയുന്ന വാക്കെന്താ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. നിന്നെ ഇതിൽ നിന്ന് സൃഷ്ടിച്ചു, ഇതിലേക്കാണ് നിന്നെ മടക്കുന്നത്. അപ്പം ഒരു മടക്കുണ്ടാവും. ഇതിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിന്നെ മടക്കും. തീർന്നില്ല, മടക്കിയതോടുകൂടി അല്ലാഹുവിന്റെ പണി നിർത്തിയിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പിന്നെ നിനക്കൊരു ജീവിതം തീരുന്നില്ല. നിന്റെ ജീവിതം, ഒരാൾ മരിക്കുന്നതോടെ എല്ലാം അസ്തമിച്ചു പോകുമെന്ന് ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഒരിക്കലുമില്ല. മരിക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. അത് ആദ്യം ആലോചിച്ചു. മരിക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. അവൻ മരിച്ച് നശിച്ച് മണ്ണിനോട് ചേർന്ന് പോകുന്നില്ല, ഒരിക്കലും പോകുന്നില്ല. അവൻ അവിടെ മുതൽ ജീവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോകേണ്ടി വരും കേട്ടോ. ഇനി പോകേണ്ട എന്ന് ആരും പേടിപ്പിച്ചിട്ട് കാര്യമില്ല, പോകേണ്ടി വരും. എവിടേക്ക് പോകണമെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ടത് അല്ലാഹുവിലേക്കാണ് പോകേണ്ടത്, വേറെ എവിടേക്ക് പോകാൻ. അപ്പൊ ഖബർസ്ഥാനിൽ എന്തായാലും നമ്മൾ പോയേ മതിയാവും. ഖബർസ്ഥാനിൽ നിന്ന് പോകാത്തവർ ആരും ഈ ലോകത്തുണ്ടാവുകയില്ല. ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആരെങ്കിലും ഇവിടെ ജീവിക്കാൻ ഒരു അവസരം അല്ലാഹു നൽകിയിരുന്നെങ്കിൽ അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാകുമായിരുന്നു. നബി തങ്ങളെ ജീവിപ്പിക്കുമായിരുന്നു. ആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലെ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. പിന്നെ നമ്മൾ അവശേഷിക്കും ഇവിടെ? ഒരിക്കലും ഇല്ല. നമ്മൾ എല്ലാവരും പോകേണ്ടി വരും. പോകുമ്പോ നല്ല രീതിയിൽ പോകണം. അതിനുവേണ്ടി പരിശ്രമിക്കണം.
ഈ വയല് കൊണ്ടുള്ള ലക്ഷ്യം കുറഞ്ഞ കാലത്തെ ജീവിതമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ ഹബീബേ. കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതം എത്ര മണിക്കൂർ കാണും? എത്ര മണിക്കൂർ എന്ന് ചോദിച്ചാൽ ഏകദേശം കണക്ക് പ്രകാരം നോക്കിയാൽ അള്ളാഹുവിനെ അപേക്ഷിച്ചിടത്തോളം ആഖിറത്തിന്റെ സമയം ഒരു ദിവസം, നമ്മൾ ഇവിടെ എണ്ണുന്ന ഒരു ദിവസം ആഖിറത്തിനെ അപേക്ഷിച്ചിടത്തോളം 1000 വർഷമാണ്. 1000 വർഷമാണ് ആഖിറത്തിൽ ഒരു ദിവസം. ഒരാളെ ഒരു വർഷത്തേക്ക് ശിക്ഷിക്കാൻ അള്ളാഹു കൊണ്ട് കോടതി തീരുമാനിച്ചാൽ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടില് 1000 വർഷം ഒരു ദിവസം. അങ്ങനെ 365 ദിവസം കണക്കുകൂട്ട്. എത്രയായിരിക്കും വരുന്ന രംഗം ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ആഖിറത്തിലെ ഒരു ദിവസം ഈ ദുനിയാവിലെ 1000 വർഷം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് പറയുന്നത്, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദൂൻ. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അരികിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വർഷം നിൽക്കണ്ടേ. ആ ഹിസാബിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ വിചാരണയെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആഖിറത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, സഹാബ കൈഫ അൻഅമു, ഞാൻ എങ്ങനെയാണ് സുഖലോലുപനാവുക? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതാൻ ഇദാ ഊത്തുമായി തന്റെ ചുണ്ടിൽ നിലയുറപ്പിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് സുഖലോലുപനായി കഴിഞ്ഞുകൂടുക? അതുകൊണ്ട് എനിക്ക് സുഖിക്കാൻ കഴിയില്ല സഹാബ, എനിക്ക് ചിരിക്കാൻ കഴിയില്ല സഹാബ. റസൂൽ ചിരിക്കുന്നില്ല. എന്താ സംഭവം? എങ്ങനെ സുഖിക്കും? എങ്ങനെ ഞാൻ സുഖിക്കും? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു സൂറന്ന കാഹളവാട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അള്ളാന്റെ വിധി വന്ന അപ്പോഴേ ഊതി കഴിഞ്ഞാൽ മൊത്തം തകടം മറിയും, എല്ലാം തകരം ധരിപ്പണോ? പിന്നെ നമുക്ക് സുഖിക്കാൻ പറ്റുമോ? കടലിന്റെ ആരവം, കടൽ കയറുന്നു അല്ലെങ്കിൽ കടൽ സുനാമി അടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സുഖിക്കോ? പരിസരത്തുള്ള കടൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഹിക്കുവോ? ആരും സൂഹിക്കൂല. പിന്നെ ആർക്ക് വെപ്രാളോ? പിന്നെ ആർക്കും ഒരു സുഖമല്ല അവിടെ ചർച്ച. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇത് തന്നെയാണ് ആഖിറത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് നബി തങ്ങൾ സൂഹിക്കാത്തത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ ഞാൻ അങ്ങനെ സൂഹിക്കും, സഹാബ ഞാൻ അങ്ങനെ സൂഹിക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി വന്നാൽ എല്ലാം തകടം മറിയില്ലേ? പിന്നെ ആ ആഖിറത്തിൽ പോയി നിൽക്കണ്ടേ? വർഷങ്ങളോളം നിൽക്കണ്ടേ? ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും, ജനങ്ങളെ നമ്മുടെ വിചാരണയുടെ സമയം ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. വിചാരണയുടെ സമയം അടുത്തെത്തി. വിചാരണയ്ക്ക് നമ്മൾ വിധേയരാകേണ്ട സമയമായി. പക്ഷേ ജനങ്ങളോ വഹും അൻഹാ മുഅ്രിദൂൻ. ആ വിചാരണയെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു ശ്രദ്ധയുമില്ല, ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. വിചാരണയെ കുറിച്ച് ഹബീബായ തങ്ങൾ കരയുകയാണ്. വയറ് നിറച്ച് കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട് പറയുമത്രേ, അല്ലാഹുവേ 3 ദിവസം പട്ടിണി കിടന്നിട്ടാണ് ഇന്ന് ഈ മുഹമ്മദ് വയറ് നിറച്ചത്. ഇതിന്റെ പേരിൽ ഞാൻ ഹിസാബിന് വിധേയനാകേണ്ടവനല്ലേ? പട്ടിണി കിടന്ന നബിയുടെ റസൂൽ തങ്ങൾ വയറ് നിറച്ചിട്ട് കരയാണ്. എന്തിനാണ്? ഞാൻ ഈ വയറ് നിറച്ചതിന് ഹിസാബിന് നിൽക്കണം, പഠിച്ചവന്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കണം. നമുക്ക് പേടിയുണ്ടോ ഹബീബേ? എനിക്കോ നിങ്ങൾക്കോ പേടിയുണ്ടോ? ആർക്കും ഒരു പേടിയില്ല. ആഖിറം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് മുസ്ലിം, ഒരു മുസ്ലിമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, മയ്യത്തുസ്കാരത്തോടെ എല്ലാം കഴിഞ്ഞു, കബൂലായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. നോ, തീരുന്നില്ല വിഷയം. അവിടെ നമ്മൾ തുറന്നാണ്. സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവരൊക്കെ രക്ഷപ്പെട്ടു. അവരൊക്കെ നല്ല അവസ്ഥയിൽ ജീവിച്ചു. നമ്മളെവിടെ? ഞങ്ങൾ എന്ത് നല്ല അവസ്ഥ?
ദിവസം തോറും നമ്മൾ മൊബൈലും കളിച്ച് പാട്ടും കേട്ട് സിനിമയും കണ്ട് സീരിയലും കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് കഴിയുന്ന ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണമെന്നോ ആഖിറത്തിലേക്ക് പോകണമെന്നോ ഖബറുണ്ടെന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് മൗലവിമാര് വാത് പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇല്ലെന്നുള്ളത് അവിടെ പോയിട്ട് കാണാം എന്നല്ലേ നമ്മൾ കരുതുന്നുള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് എന്താ പേടിയുള്ളത്? അതിനെ കുറിച്ച് നമുക്ക് വല്ല പേടിയുണ്ടോ? പാട്ട് ഒഴിവാക്കാനോ ഗാനമേള ഒഴിവാക്കാനോ അല്ലെങ്കിൽ സംഗീതം ഒഴിവാക്കാനോ വെടിക്കെട്ട് ഒഴിവാക്കാനോ ഉത്സവം ഒഴിവാക്കാനോ ഞാനും നിങ്ങൾ തയ്യാറല്ല. വാലുകൾക്കും വാല് കഴിഞ്ഞപോലെ അങ്ങോട്ട് വെടിക്കെട്ട് കാണാൻ പോയി നിൽക്കും. ചിലപ്പോ ആ വെടി നിന്റെ തലയിലായിരിക്കും വീഴുന്നത്. അവിടെ വെച്ച് നീ മരിക്കും. ആളുകൾ പറയും എവിടെ വെച്ചാ മരിച്ചത്? പാലക്കുന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടി വെച്ച് മരിച്ചു. തീർന്നില്ലേ? ആളുകളെന്താ കാബെ മരിച്ചതിന്റെ കൂലി കിട്ടുമെന്ന് പറയും. ആരല്ലോ നഊദുബില്ലാഹ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു ഇസ്സത്ത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമുക്കൊരു ഇസ്സത്ത്, ഒരു അഭിമാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ഇസ്സത്ത് നമ്മൾ നൽകുന്നു. പർദ്ദ ഇട്ടിട്ട് ചുമ്മാ അമ്പലത്തിന്റെ മുന്നിൽ അങ്ങോട്ട് കളിച്ചിട്ടില്ല. നമുക്ക് അല്ലാഹു തആല ഒരു ഇസ്സത്ത് തന്നിട്ടില്ലേ? അവിടെ ഭർത്താക്കന്മാരും ഭാര്യമാരും കൂടെ ചേർന്ന് പാതിരാത്രി വെടിക്കെട്ട് കാണാൻ പോയി നിൽക്കാന്ന് പറയുമ്പോൾ ആരെങ്കിലും മൂട്ടിലോട്ട് കുത്തു തന്നാൽ എന്തെങ്കിലും പാതിരാത്രി? എത്രയോ നാട്ടിൽ എത്രയോ കുണ്ടന്മാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നവന്മാർ. ഒരു കുത്തു കുത്തിയാൽ ആര് ചോദിക്കാനാണ്? പാതിരാത്രി 12 മണിക്ക് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തിയാല് ആ പാട്ടും കൂത്തും എല്ലാം കേൾക്കുമ്പോ എന്തായിരിക്കും രംഗം? ഒരായത്ത് കേട്ടോ, വേണമെങ്കിൽ കേട്ടോ, മനസ്സിലാക്കി. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ومن الناس من ജനങ്ങളിൽ ചിലരുണ്ട് യശ്തരി അവർ വില കൊടുത്തു വാങ്ങും ലഹുവൽ ഹദീസ് വാദ്യോപകരണങ്ങൾ, പാട്ടുകൾ, ഗാനമേളകൾ, അത് കേൾക്കാനും അത് പാടാനും അതിനുള്ള മ്യൂസിക്കുകളും അതിനുള്ള ഓസ്കട്രായും അതിനുള്ള ഓരോ സംവിധാനങ്ങളും അവർ വിലക്ക് വാങ്ങുമത്രേ. എന്റെ ഗ്രൂപ്പുകളെല്ലാം വിളിക്കും. അവരെല്ലാം വിളിച്ചു കൊടുത്തിട്ട് അതിനു വേണ്ടി പൈസ ഇൽമില്ലാതെ വിവരമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി അവരെടുക്കുന്നത്. അള്ളാന്റെ മാർഗത്തിൽ തെറ്റിക്കുന്നതിനാണ് ഈ പണി എടുക്കുന്നത്. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർ അവരുടെ സമയങ്ങളെ പാഴാക്കുകയാണ്, വെറുതെ നഷ്ടപ്പെടുത്തുകയാ. കേവലം ഒരു രസത്തിന് വേണ്ടിയാണ് ഈ വാദ്യോപകരണങ്ങൾ കാണുകയും ഉപയോഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരോട് പറയണേ നബിയേ, ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് വേദനയേറിയ നാണം കെട്ട ശിക്ഷയാണ്. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ. നമ്മൾ ചിന്തിക്കണം. നമ്മളിതൊക്കെ കേൾക്കുന്നു. കല്യാണ വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് നമ്മളെ താത്താമാരൊക്കെ വാതിനും വരും, ദിക്ർ ഹൽക്കായ്ക്കും വരും, ഉറൂസിനും വരും, ഖുർആൻ ഹൽക്കായ്ക്കും വരും, അതേപോലെ ഉത്സവത്തിനും പോകും, അതേപോലെ പോയി അവിടെ പാട്ട് കേൾക്കും, ഗാനമേളയും കേൾക്കും. ഇത് എന്ത് താത്ത? ഇത് എന്ത് മുസ്ലിം? എന്ത് മുസ്ലിം? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വാക്കാണ്. നമ്മൾ മുസ്ലിങ്ങളല്ല, കുറച്ചാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചൂടെ? എന്തായാലും നമ്മൾ പോകുമ്പോ നല്ലൊരു മരണത്തോടുകൂടി നമുക്ക് പോകണ്ടേ, സന്തോഷമായിട്ട് മരിച്ചു പോകണ്ടേ. എവിടെയെങ്കിലും ഉത്സവ പറമ്പിൽ കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തിയേറ്ററിലെങ്ങാനും കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ബാറിലെങ്ങാനും കിടന്ന് മരിച്ചു പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതുപോലുള്ള ദുർമരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം. വാദന്റെ സദസ്യ വന്ന് നിങ്ങളിരുന്ന് മരിച്ചു, ഹദീസിന്റെ വീക്ഷണം അനുസരിച്ച് അവർ സ്വർഗത്തിലാണ്. കാരണം എന്താണ്? ഇൽമു പഠിക്കാൻ വന്നവരാണ്. ഇൽമിന്റെ സദസ്സിൽ നിന്ന് മരിച്ചാൽ സ്വർഗ്ഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, അങ്ങ് ഏതൊരു വ്യക്തിയെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ, ആർക്കാണോ അങ്ങ് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആ വ്യക്തി മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. റസൂലിന്റെ സദസ്സിലിരുന്ന ഒരു സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ വ്യക്തി മഗ്രിബിന് മുമ്പ് മരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ പറയും അദ്ദേഹത്തോട്? നബി തങ്ങൾ എങ്ങനെ പറയും നീ മഗ്രിബിന് മുമ്പ് മരിക്കുമെന്ന്? പക്ഷെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല സഹോദരാ, നീ മഗ്രിബിന് മുമ്പ് മരണപ്പെടും.
ഫൽതറബ, ആ സഹാബി അത്ഭുതപ്പെട്ടു പോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി ചോദിക്കുകയായി, ദുല്ലനി അലാ ഔഫഖി അമലിൻ ദഖൽതുൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ മരിക്കുമ്പോ നല്ല അവസ്ഥയിൽ മരണപ്പെടാൻ കൊതിക്കുകയാണ്, സ്വർഗപ്രവേശനം കിട്ടുന്ന മരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭൗതികമായ നശ്വരമായ ജീവിതത്തിൽ ഒരു ദുഷിച്ച മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നബിയേ. അതുകൊണ്ടൊരു നല്ല മരണം എനിക്ക് ലഭിക്കാൻ ഒരു അമല് പറഞ്ഞു തരുമോ റസൂലേ? ദുല്ലനി അലാ ഔഫഖി അമലിൻ, ഒരു നല്ല അമൽ പറഞ്ഞതാ, അത് ഞാൻ അമൽ ചെയ്യുമ്പോൾ ഇത് അമൽതു ദഖൽതുൽ ജന്ന, ഞാൻ അത് അമൽ ചെയ്താൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകാലോ. അങ്ങനെ ഒരു നല്ല അമൽ പറഞ്ഞതാ നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നമസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം ഒന്നുമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഫസ്തഗിൽ ബിത്തഅല്ലുമി, നീ ഇൽമ പഠിക്കാൻ വേണ്ടി നിന്റെ സമയം ചെലവ് ചെയ്യണേ. ഇൽമ പഠിക്കാൻ വേണ്ടി നിന്റെ സമയം ചെലവ് ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ കുറഞ്ഞ സമയത്ത് ആ സഹാബിയോട് ഉപദേശിച്ചപ്പോ ഫസ്തഗല ബിത്തഅല്ലുമി ثم قبض بعد قبل المغرب, ആ സഹാബി ഇൽമ പഠിക്കുകയും മഗ്രിബിന് മുമ്പ് ആ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ റൂഹ് പിടിക്കപ്പെടുകയും ചെയ്തു. എന്താ നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞ അമൽ? ഇൽമു പഠിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുത്തഅല്ലിമീങ്ങൾ മരിച്ച സ്വർഗ്ഗത്തിലാണ്. من سلك طريقا يلتمس به إليه سهل الله له طريقا إلى الجنة كما قال رسول الله. ഇൽമ പഠിക്കാൻ വേണ്ടി, ഇൽമ കേൾക്കാൻ വേണ്ടി അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വാളിന്റെ സദസ്സിലേക്ക് വരാൻ ആരാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്, അവർ മടങ്ങി പോകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിന്റെ പാത അല്ലാഹു വേഗമാക്കുമത്രേ. മരിച്ച് വെടിക്കെട്ട് കാണാൻ പോയപ്പോ നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടു, അത് കണ്ടിട്ട് മടങ്ങി വന്നപ്പോ നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആ സമയത്ത് നീ മരിക്കുകയില്ല എന്ന് പറയാൻ ഉറപ്പുണ്ടോ? ആ സമയത്തെങ്ങാണ് നിന്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുമത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിച്ചാൽ നല്ലതാണ്, ചിന്തിച്ചാൽ നമുക്ക് നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ ഈ വാളിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാളന്റിയേഴ്സും കുണ്ടന്മാരെല്ലാം കാണാൻ വേണ്ടിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി തലയിലെങ്ങാണെല്ലാം തീർന്നില്ല. ഇത് എന്തിനാ നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ പോയെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്നലെ ഇന്നൊക്കെ അതിലേക്കൂടെ നമ്മുടെ താത്താമാരല്ല സൂപ്പർ, എല്ലാം ഫുൾ ഐറ്റങ്ങൾ. ഞാനവിടെ കുറച്ചിറങ്ങി നോക്കിയപ്പോൾ 2-3 താത്താമാർ എന്നെ നോക്കി ചിരിച്ചിട്ട് പെട്ടെന്ന് പറന്നൊക്കെ പിടിച്ച് ഇങ്ങനെ എടുക്കുന്നു. പറന്നൊക്കെ പിടിച്ച് നമ്മളെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളിതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. മരിച്ചു പോകുമ്പോൾ നല്ല മരണമാണ്. സാലിഹ്യങ്ങൾ, ഔലിയാക്കൾ. ഇന്നിപ്പോ നമ്മൾ ബഹുമാനപ്പെട്ട മഹാനവറുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്‌ലിസ്, ഇവിടെ ഉറൂസിന് വേണ്ടി ഒരുമിച്ച് കൂടി ഔലിയാക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സാണ്. അപ്പൊ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? അദ്ദേഹം അറിയപ്പെട്ട മഹാൻ, നല്ല അവസ്ഥയിൽ മരിച്ചു കാണും. ആലിമീങ്ങളാണ്, ആരിഫീങ്ങളാണ്. അവരുടെ ആഖിറത്ത് മോശമാവൂല. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് മൊത്തം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല എല്ലാ സംരക്ഷണങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾക്കും അതേപോലെ ഒരു മരണം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സദസ്സിൽ വന്ന് ഇവിടെ നിന്ന് മരിച്ചുപോയി എങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. നിയമം അനുസരിച്ച് അല്ലാഹുവേ, നിന്നെ കണ്ടെത്താൻ വേണ്ടി അവൻ പുറപ്പെട്ടവനാണ്. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. അവൻ ഏതൊരു ലക്ഷ്യത്തോടെ ഇറങ്ങിയാൽ ആ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവൻ മരിച്ചാൽ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. ഇവിടെ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി കോഴിക്കോട് റെയിൽവേ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരിച്ചു. അവൻ ഉംറ ചെയ്തവനായി ഹജ്ജിന് വേണ്ടി പോവാണ്. കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് നെഞ്ചുവേദന മരിച്ചു. അവൻ ഹജ്ജ് ചെയ്തവനായി. പേടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു നന്മയ്ക്ക് നല്ല നിയത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ വരുന്നു, അതിനിടയിൽ നമ്മൾ മരിച്ചുപോയാൽ ആ നല്ലതിന്റെ അവസ്ഥയിലേക്ക്, ആ കൂലിയിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കും. അതുകൊണ്ട് ഏത് സമയത്തും നന്മ ചെയ്യും.
മരണം നമ്മുടെ തൊട്ടടുത്താണ്. നമ്മുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന് കിടക്കുകയാണ്. ഏത് സമയത്താ മരിക്കാന്നറിയില്ല. പക്ഷെ മരിക്കുമ്പോൾ നല്ല അവസ്ഥയിൽ മരിക്കാനുള്ള പണിയെടുക്കണം. അതാണ് വേണ്ടത്. നല്ല അവസ്ഥയിൽ മരിക്കാനുള്ള പണിയെടുക്കണം. എന്തായാലും നമ്മൾ മരിക്കുമ്പോൾ ആളുകൾ പറയണം മാഷാ അല്ലാഹ് നല്ല മരണമായിരുന്നു, നല്ല മരണമായിരുന്നു. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു, ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചു, സുജൂദിൽ കിടന്ന് മരിച്ചു, തവാഫ് ചെയ്തുകൊണ്ട് സഈ ചെയ്തപ്പോൾ മരിച്ചു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കേൾക്കുമ്പോൾ മനസ്സിൽ എന്ത് കുളിർമയാണ്, എന്ത് കുളിർമയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വിഷമമുണ്ടായാലും പക്ഷേ ആഖിറത്തിൽ നമ്മുടെ സഹോദരനെ സന്തോഷിക്കുമ്പോൾ അതിൽ നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. കാരണം എന്താ? നല്ല മരണം, നല്ല മരണം. അതാണ് ഹുസ്നുൽ ഖാത്തിമ. ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആരാണോ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചത് അവന്റെ മരണം ആസന്നമാകുന്ന സമയത്ത് മാലാഖമാർ ആകാശ ലോകത്തു നിന്നിറങ്ങി വരികയാണ്. അവനോട് പറയുകയാണ്, നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നിനക്ക് സഹായികളായി ഞങ്ങളുണ്ട്, നിന്റെ മിത്രങ്ങളായി ഞങ്ങളുണ്ട്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ഭൗതികമായ ലോകത്തും ഖബറിലും ആഖിറത്തിലുമെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ സഹായിയായി കൂട്ടരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതേ ഇല്ല. ഇതൊക്കെ നല്ല മരണത്തിന്റെ അടയാളമാണ്. അങ്ങനെ മലക്കളോ നമ്മളോട് പറയും, അത്രേ മലക്കളോ നമ്മളോട് പറയും. കാരണം സൂറത്തുൽ ഫജ്റിന്റെ ലാസ്റ്റ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ ഒരു സത്യവിശ്വാസിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാ. എന്റെ പൊന്നു പെങ്ങളെ, റാബിയത്തുൽ അദവിയ, നഫീസത്തുൽ മിസ്രിയ, മഹദിയായ ആസിയ, മഹദിയായ മാഷിത റളിയല്ലാഹു തആല അൻഹുന്ന, ഇവരെ എല്ലാവരുടെയും മരണം എത്രയോ സുന്ദരമായ മരണമായിരുന്നില്ലേ? അവരെ സ്വർഗത്തിലേക്ക് മലക്കുകൾ വന്ന് മാടി വിളിച്ചില്ലേ? അവർ പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് ആ മരണം ഏറ്റുവാങ്ങിയില്ലേ? എന്റെ പൊന്ന് ആസിയ, എന്റെ പൊന്ന് മാഷിത, എന്റെ പൊന്ന് ഫാത്തിമ, എത്രയോ ഇതേപോലുള്ള പേരുകളുള്ള സഹോദരിമാർ ഈ സദസ്സിലില്ലേ? പെങ്ങളെ, നമുക്കും അതേപോലെ മരിക്കണ്ടേ? ആ മരണം നമ്മൾ ഏറ്റുവാങ്ങേണ്ടേ? അതേപോലെ മരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ ഒരിക്കലും നശിക്കാത്ത ആ സ്വർഗത്തിന്റെ ലോകം നമുക്ക് വേണ്ടി അല്ലാഹു എഴുതി തരില്ലേ? മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു മഹദിയാണ്, ഒരു സഹോദരിയാണ്. ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫറോവയുടെ കോട്ടകൊത്തളത്തിൽ വസിച്ചവളാണ്. ആ ഫറോവയുടെ ഭാര്യയാണ്, സഹധർമ്മിണിയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ രഹസ്യമായി വിശ്വസിച്ചിരുന്ന ഏകനായ റബ്ബിൽ വിശ്വാസമർപ്പിച്ച മഹദിയായ ആസിയ, ആസിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിനെ വിശ്വസിച്ചവളായിരുന്നു. നാനാ ഭാഗത്തും ശത്രുക്കളാണ്, നാല് ഭാഗത്തും എതിരാളികളാണ്, നാല് ഭാഗത്തും പ്രതിയോഗികളാണ്. ആരും സഹായിക്കാനില്ല, ആരും രക്ഷപ്പെടുത്താനില്ല. അങ്ങനെയുള്ള ആ ഫറോവയുടെ കോട്ടകൊത്തളത്തിൽ താമസിച്ച മഹദിയായ ആസിയ അല്ലാഹുവിന്റെ റസൂലിനെ മൂസാ നബിയെ രഹസ്യത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ആസിയ ബീവിയുടെ കയ്യിൽ നിന്ന് ഒരു ചീർപ്പ് താഴേക്ക് വീണപ്പോ അല്ലാഹ് എന്ന പേര്
ചൊല്ലിയത് എടുക്കാൻ ശ്രമിച്ചപ്പോ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഭൃത്യന്മാരാരോ കേട്ടുകൊണ്ട് ഫറോവയുടെ അരികിൽ പോയിട്ട് പറയുകയായി, അല്ല മഹാനവർകളെ, അല്ല യജമാനനെ, അവിടുത്തെ സഹധർമ്മിണി അങ്ങേ അല്ലാതെ മറ്റേതോ ഒരു ശക്തിയെ വിശ്വസിച്ചിരിക്കുകയാ. ബഹുമാനപ്പെട്ട ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫറോവ ചോദിക്കുകയാണ്, ആസിയ, നീ മതം മാറിയോ ആസിയ? ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ ആസിയ? ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ ആസിയ? ഉടനെ മഹതിയായ ആസിയ ബീവി സകല പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട്, എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് മഹതിയായ ആസിയ ബീവി പറഞ്ഞില്ലേ, റബ്ബി വറബ്ബുക വറബ്ബുന്നാസി അല്ലാഹ്. ഫറോവ, നീയല്ലടാ റബ്ബ്, ഞാനല്ല റബ്ബ്. എന്റെയും നിന്റെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവായ അല്ലാഹ് അവൻ ഒരുവനാണ്, അവൻ ഒരുവനാണ്, അവനെ ഞാൻ വിശ്വസിക്കുകയാണ്. ആസിയ ബീവി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. നമ്മുടെ സഹോദരിമാർ പറയാൻ പറ്റും. അപ്പോഴത്തെ അക്രമം തുടങ്ങി, കുന്തം കൊണ്ട് കുത്താൻ തുടങ്ങി. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ മരുഭൂമിയിൽ പരസ്യമായിട്ട് കൊണ്ട് മലർത്തി കിടത്തി, വസ്ത്രം അഴിച്ചു മാറ്റി. അർദ്ധനഗ്നയായ ആസിയ ബീവിയുടെ നെഞ്ചിലേക്ക് പാറക്കല്ലുകൾ എടുത്തു വെച്ചു. ആസിയ ബീവിയോട് പറഞ്ഞു, പറ, നീ മാറ്, ഞാനാണ് റബ്ബെന്ന് പറ. ആസിയ ബീവി പറയുകയാണ്, ഇല്ല ഇല്ല, എന്നെ തുണ്ടം തുണ്ടമായി നീ മുറിച്ചാലും, എന്നെ ഉരിച്ചു കളഞ്ഞാലും തകർത്ത് കളഞ്ഞാലും, റബ്ബി വറബ്ബുക അല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു മാത്രമാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ശരീരത്തിലേക്ക് വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ, കിങ് കോബ്രകളെ ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഫറോവ വിന്യസിക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല ആകാശ ലോകത്തേക്ക് നോക്കുകയാണ്. ഈ പൂച്ചക്കാട്ടിരിക്കുന്ന പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു പെണ്ണായിരുന്നു, നിങ്ങളെ പോലുള്ള അങ്കലാവണ്യമുള്ള ഒരു പെണ്ണാണ്. പക്ഷേ ഈമാൻ അല്പം കൂടിപ്പോയി. അതിന്റെ പേരിൽ എത്ര വലിയ പീഡനങ്ങൾ കടന്നു വന്നിട്ടോ ആസിയ ബീവി തെല്ല് കുലുങ്ങിയതേയില്ല. അല്ലാഹുവിന്റെ മുന്നിൽ ആസിയ ബീവി തന്റെ ഓരോ വേദനകളെയും നിരത്തി വെച്ചില്ലേ. ആസിയ ബീവി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഫറോവയുടെ അക്രമത്തെ കുറിച്ച് പരാതിപ്പെട്ടില്ലേ. ഭൗതികമായ ലോകത്ത് നമുക്കൊരു വേദനയോ ഒരു പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആസിയ ബീവി പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔൻ വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ലോകത്തിന്റെ മുന്നിൽ ഒരിക്കലും അസ്തമിച്ചു പോകാത്ത ചരിത്രമാ ആസിയ ബീവിയുടെ ശരീരമാസകലം കുന്തം കൊണ്ട് കീറി മുറിക്കുകയാണ്. വലിയ വിഷസർപ്പങ്ങളെ വിന്യസിക്കുമ്പോ, വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെക്കുമ്പോ, ആസിയ ബീവിയുടെ ശരീരമാസകലം പൊള്ളലേൽപ്പിക്കുമ്പോ ആകാശ ലോകത്തേക്ക് നോക്കി ആസിയ ബീവി വിളിച്ചു പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ കൊടും ക്രൂരഹിത്യത്തിൽ ഞാൻ വിധേയാകുന്നത് നിന്റെ ദർബാറിൽ എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്. അതിനാണ് ഞാൻ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് റബ്ബേ. ഈ നശ്വരമായ, നൈമിഷികമായ, ക്ഷണികമായ, ഭൗതികമായ ലോകം എനിക്ക് വേണ്ട പടച്ചവനെ. അതിനെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു അല്ലാഹ്. എനിക്ക് കാലവും നഷ്ടപ്പെടാത്ത അനന്തമായ നിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങൾ എനിക്ക് വേണ്ടി തുറക്കണേ നാഥാ. ആ പീഡനങ്ങൾക്കിടയിലും ആസിയ ബീവി ദുആ ചെയ്യുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അലല്ലതുൽ മലായിക,
ആസിയ ബീവിക്ക് അല്ലാഹു തആല അവന്റെ മലക്കുകളെ കൊണ്ട് മേഘമിട്ട് കൊടുത്തു അത്രേ. ആസിയ ബീവിയുടെ മീതെ വലിയ ഒരു മേഘം അല്ലാഹു ഇട്ട് കൊടുക്കുകയാണ്. ആസിയ ബീവി അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുകയാണ്. ഫളഹിഖത്ത് ആസിയ ബീവി ചിരിക്കുകയാണ്. ഫറോവ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഏ ആസിയ, ഇന്നാ നുഅദ്ദിബുകി, ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കുമ്പോ നീ ചിരിക്കുകയാണ്. നീ മജ്നൂനാണോ, നീ ഭ്രാന്തിയാണോ ആസിയ? നിന്നെ ഞങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ നീ പുഞ്ചിരിക്കുകയല്ലേ ആസിയ? അതാണ് ഔലിയാക്കൾ, അതാണ് ആരിഫീങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിമാർ. അവർക്ക് ഈ ഭൗതികമായ ലോകത്തിന്റെ വേദന അവർക്കൊരു പ്രശ്നമേ അല്ല. എന്താണ് ആസിയ ചിരിക്കാനുള്ള കാരണം? ആസിയ ബീവി ദുആ ചെയ്തില്ലേ, റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗലോകത്തൊരു ഭവനം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മാലാഖമാർ ആസിയ ബീവിക്ക് ആ സ്വർഗ്ഗത്തിന്റെ വീട് അവളുടെ മുന്നിൽ കൊണ്ട് കാണിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ കൊട്ടാരം ആസിയ ബീവി കാണുകയാ. അത് കണ്ടിട്ട് ആസിയ ബീവി ചിരിക്കുകയാ. ഫറോവ പൊട്ടിത്തെറിക്കുകയാണ്. അതേ അവസ്ഥയിൽ മരിച്ചില്ലേ, സ്വർഗ്ഗം കണ്ട് മരിച്ചില്ലേ, ചിരിച്ചുകൊണ്ട് മരിച്ചില്ലേ? ആസിയ ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? അതാണ് നല്ല മരണം. അങ്ങനെ മരിക്കണം. അല്ലാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയണം, റബ്ബിനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ ഈ അതിക്രമകാരികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ ഈ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിന്റെ സ്വർഗ്ഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. അപ്പൊ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സഹായം നിങ്ങൾക്ക് ഇറങ്ങും. നമുക്കിന്ന് പേടിയാണല്ലോ. ഭൗതികതയോടാണ് ഇഷ്ടം, പാട്ടിനോടാണ് ഇഷ്ടം, കൂത്തിനോടാണ് ഇഷ്ടം, ഡാൻസിനോടാണ് ഇഷ്ടം. ഒരു ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ആരെങ്കിലും മൻ ജലസ ഇലാ ഖൈനത്തിൻ യസ്മഉ സൗതഹാ സുബ്ബ ഫീ ഉദ്നി അൽആനികു യൗമൽ ഖിയാമ. വാദ്യോപകരണങ്ങളും ഗാനമേളകളുടെയും മ്യൂസിക്കിന്റെയും സദസ്സിൽ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പോയിരുന്ന് അത് കേട്ട് ആസ്വദിച്ച് നിങ്ങളും ആടിയാൽ സുബ്ബ ഫീ ഉദ്നിഹി അൽആനികു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ കാതുകളിൽ ഈയമുരുക്കി ഒഴിക്കപ്പെടുമത്രേ. പാട്ടൊക്കെ പാടുമ്പോ, ഡാൻസ് ആടുമ്പോ, ചില ആളുകൾ പാട്ട് പാടുമ്പോ ഡാൻസ് ആടാറില്ല. സ്കൂളിലൊക്കെ കുട്ടികളെ എക്സ്കർഷന് വിടുമ്പോ, സ്കൂളിലെ കുട്ടികൾ എക്സ്കർഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡാൻസ് ആണ്. ആ വണ്ടി കടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. എന്തായിരിക്കും വണ്ടിക്കകത്ത് ഭയങ്കര എന്താട് ആടുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊക്കെ ദുബായിലൊക്കെ പോകുമ്പോ നമ്മൾ കണ്ടില്ലേ സഹോദരിമാര് താത്താമാരൊക്കെ ഇശൽ നൈറ്റിന്റെ ഫ്രണ്ടില് നല്ല നല്ല താടി, നല്ല നല്ല നിഖാബൊക്കെ ഇട്ടിട്ട് താത്താമാര് നല്ല ഭവ്യതയോടുകൂടി ആട്ടിയിട്ടിരിക്കുന്ന കാണാനല്ലോ. അവരൊക്കെ പാട്ട് പാടുന്നതനുസരിച്ച് ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പാടുമ്പോ അത് കേട്ടിട്ട് നമ്മളും ഇങ്ങനെ കൊണ്ടുനാടും. പിന്നെ നമ്മുടെ ചെറുക്കാരെല്ലാരും ഇറങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര എല്ലാം നമ്മുടെ കാക്കാമാര്. എന്താ ഇങ്ങനെ ആടുന്ന കാരണം പറയട്ടെ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ റഫഅ അഹദുൻ സൗതഹു ബിഗനാ ഇല്ലാ ബഅതല്ലാഹു ഇലൈഹി ശൈത്താനൈൻ യജ്ലിസാനിഹി അലാ മൻകിബൈഹി വയദ്രിബാനി ബിഅഖാബിഹിമാ വയദ്രിബാനി ബിഅഖാബിഹിമാ അലാ സദ്രിഹി ഹത്താ ആഖിറം കൊതിക്കുന്നവരെ സ്വർഗ്ഗലോകത്തിന്റെ അന്തമുയർത്തിയാൽ ഇല്ലാ ബഅസല്ലാഹു
ആ പാട്ട് കേൾക്കുന്നവർക്കിടയിലേക്ക് 2 പിശാചിനെ അല്ലാഹു ഇറക്കുമത്രേ. ആ പാട്ട് പാടുന്നവരിലേക്ക് അല്ലാഹു 2 പിശാചിനെ ഇറക്കുമത്രേ. ഒരു പിശാച് അവന്റെ വലത് തോളിൽ ഇരിക്കും, മറ്റൊരു പിശാച് അവന്റെ ഇടത് തോളിലും ഇരിക്കുകയും യദ്രിബാനി അലാ ബിഅഖാബിഹിമാ അലാ സദ്രിഹി. ആ പിശാചിന്റെ കാലുകൊണ്ട് ഇവന്റെ പാട്ടിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും താളം ചവിട്ടലിന് ഉത്ബോൽബലകമായി ആ പിശാച് അവനെ ചവിട്ടിക്കൊണ്ടിരിക്കുമത്രേ. ആ ചവിട്ട് കിട്ടുമ്പോഴാണ് ഈ പാട്ടിന്റെ ഇശൽ നിലാവിന്റെ ഗാനമേള സദസ്സിൽ കിടന്നുകൊണ്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂത്താടുന്നത്. അവരെ പ്രചോദനം, അവർക്ക് പ്രോത്സാഹനം പിശാചാണ്, പിശാചാണ്, പിശാചാണ്. നബിയുനാ റസൂലുള്ളാഹി പിശാചാണ്. ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്ന പിശാച് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ചവിട്ട് ഭയങ്കര ആ പാട്ട് നിൽക്കുമ്പോ പിശാചിന്റെ ചവിട്ടും നിൽക്കും. പാട്ട് അപ്പൊ ഇതാരാ ഇതിനാല് പോകുന്നത്? ശൈത്താനല്ലേ, ശൈത്താനല്ലേ. ഒരു ഹദീസിലോ കേട്ടോ, ആ സദസ്സിലിരുന്ന് മരിക്കുന്നവരുടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മാത വഇൻദഹു ജാരിയത്തുൻ മുഗന്നിയ ഫലാ തുസല്ലു അലൈഹി. ഗായികമാരും ഗായകന്മാരും ഇരിക്കുന്ന സദസ്സിൽ, അവർ പാടുന്ന സദസ്സിൽ, ആ സംഗീത സന്ധ്യയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫലാ തുസല്ലു അലൈഹി, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുതേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യരുതേ. അല്ലാഹുവിന്റെ വാക്കാട്ടോ. കല്യാണ വീട്ടിലൊക്കെ പാട്ട് വെച്ചുകൊട്, പിഴപ്പി മുഴുവൻ പേരെ പിഴപ്പിക്ക് ഇച്ചാ നല്ല പിഴപ്പിക്ക്. ഈ ഉമ്മത്ത് മൊത്തം നശിക്കാനും ഈ ഉമ്മത്ത് മുഴുവൻ നരകത്തിലേക്ക് പോകാനുള്ള വഴി കല്യാണത്തിലൂടെ ഇച്ഛാമാര് കാണിച്ചു കൊടുക്കുന്നു, പണം ചെലവാക്കി. അതിനനുസരിച്ച് അവർക്ക് നാളെ ഉണ്ടാവില്ല. ആ സദസ്സിലെങ്ങാണ് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവന്റെ മേൽ മയ്യത്ത് പോലും നിസ്കരിക്കരുത് നബിയുനാ റസൂലുള്ളാഹി. ലുഇനൽ മുഗന്നി വൽ മുഗന്നാ വൽ മുഗന്നി ലഹു വൽ മുഗന്നാ ലഹു. പാട്ട് പാടുന്നവനെയും പാടിക്കുന്നവനെയും അല്ലാഹു ശപിച്ചു. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഈ വെസ്റ്റേൺ മ്യൂസിക് അടിച്ചിട്ട് പാടുന്ന പാട്ടാണ്. അതല്ലാതെ ഒരാൾ പാട്ട് പാടുന്നതിനോട് കുഴപ്പമില്ല. പാട്ട് പാടുന്നത് ദഫടിച്ച് പാടുന്ന പ്രശ്നമില്ല. ഭയങ്കരമായിട്ട് മ്യൂസിക് അടിച്ചിട്ട് ആകെ അടങ്ങറായിട്ടൊരു പാട്ട്, ചാട്ടം, കൂത്ത്, പെണ്ണുങ്ങളൊക്കെ കയറി കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ കൈക്ക് പിടിച്ചിട്ട്, അവളുടെ നെഞ്ചിൽ പിടിച്ചിട്ട്, അവളുടെ കൗത്തിൽ പിടിച്ചിട്ട്, വയറ്റിൽ പിടിച്ചിട്ട്, പൊക്കളിൽ പിടിച്ചിട്ട്, ആട്ടത്തോട് ആട്ടല്ല, അങ്ങോട്ട് സാരിയിൽ പിടിച്ചിട്ട്, പാവാടയിൽ പിടിച്ചിട്ട്, ആരാന്നൊന്നുമില്ല. ആ സമയത്ത് ലൈറ്റ് എങ്ങാനും അണഞ്ഞാൽ തീർന്ന്. മാഷാ അല്ലാഹ്. ആ സമയത്ത് പവർ കട്ടാവാൻ വേണ്ടി ദ്വാരുന്നോണ്ടിരിക്കും. അവിടെ ഈ അതീതവായത്തിൽ എന്ത് വില? ആ കിട്ടിയ ചാൻസ് ആരെങ്കിലും കളയോ? ചെറുപ്പക്കാര് ഉസ്താദ് നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയ നിങ്ങൾ കളയോ? നിങ്ങൾക്കൊന്നും അറിയില്ല. തെറ്റുകളിലേക്ക് വീണു പോകും എല്ലാവരും, ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു തആല അതിൽ തൗബ ചെയ്ത് നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പോക്ക് മോശമാവും. അതാ പറഞ്ഞത്, അന്ത്യം മോശമാവും. ആസിയ ബീവി കണ്ടില്ലേ മരിച്ചത്? മാഷിത്ത ബീവി അതേപോലെ മരിച്ചത്. വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി കത്തിച്ച് തീ കത്തിച്ച് അതിലേക്ക് തള്ളിയിടുമ്പോഴും മാഷിത്ത ബീവി കുലുങ്ങിയില്ല. മരിക്കാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതൊരു പെണ്ണാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്ക്. അവർ എത്ര വലിയ മഹദിമാരാ, എത്ര വലിയ മഹദിമാരാ. മരിച്ചു പോകേണ്ടവരല്ലേ. ഇനിയെങ്കിലും നമുക്ക് കുറച്ച് ആഡംബരങ്ങളും കളിയും ചിരിയൊക്കെ കുറച്ചുകൂടെ. വൈദാ തുത്ല അലൈഹി ആയാതുനാ. പരിശുദ്ധ ഖുർആൻ ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ല. അതാണ് അടുത്ത ആയത്ത് കണ്ടോളി. പരിശുദ്ധ ഖുർആൻ ഒന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എപ്പോഴും നമ്മുടെ ചെവിക്കുള്ളിൽ നമ്മൾ മൊബൈലിൽ നിന്ന് സാധനം തിരികെ കയറ്റി വെച്ചിട്ട് നല്ല ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നതാണ്. എന്നാലും ഖുർആൻ ഒന്നും ഇങ്ങനെ കുലുങ്ങൂലല്ലോ. യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ, പുറക്കൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നതാണ്. ഖുർആൻ ഒന്നും ആരും കുലുങ്ങോ? ഇല്ല. ഖുർആൻ ആരും കേൾക്കാറുമില്ല. വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ.
യസ്മഅഹാ. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്ന മജ്ലിസിൽ ഖുർആൻ ഈ ഉമ്മത്തിനോടൊന്ന് ഓതിക്കൊടുത്താൽ ഈ ഖുർആൻ കേൾക്കാൻ ഈ സമുദായത്തിന് ഇഷ്ടമേ ഇല്ല. വല്ലാ മുദ്ബിറ. ഈ ഖുർആൻ കേൾക്കുമ്പോൾ മുതുക് തിരിഞ്ഞ് അവനോട് മാത്രേ കല്ലം യസ്മഅഹാ. ഇങ്ങനെ ഒരായത്തെ കേട്ടിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു വഅദേ കേട്ടിട്ടേ ഇല്ല. ആ മാതിരിയാണ് അവന്റെ തിരിഞ്ഞോട്ടം. നബിയേ നബിയേ, ആ തിരിഞ്ഞോടുന്നവനുണ്ടല്ലോ, ഖുർആനിനോട് ഇഷ്ടമില്ലാതെ, ഖുർആൻ കേൾക്കാൻ ആഗ്രഹമില്ലാതെ, ഖുർആനിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇഷ്ടമില്ലാതെ, തൃപ്തിയില്ലാതെ ഓടുന്നവനോട് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവനൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. വേദനയേറിയ നാണം കെട്ട ശിക്ഷയാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന ഒരു സന്തോഷ വർത്തമാനം പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കേൾക്കാൻ തൗഫീഖ് തരട്ടെ. ഖുർആൻ കേൾക്കാൻ തൗഫീഖ്. നല്ല ഖുർആൻ ഇങ്ങനെ കേൾക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അവിടെ ഇടി കിട്ടി. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ. ഹുസൈൻ ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന ഇബ്ന ആദമ ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ വ അവ്വലി യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ആഖിറത്തിന്റെ ആദ്യത്തെ രാത്രി ഈ ഭൂമിയിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ അവസാനത്തെ രാത്രി, അതായത് ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ അവസാനത്തെ ദിവസമാണ് ഭൗതികമായ ലോകം. ആദ്യത്തെ ദിവസമാണ് ആഖിറത്തിന്റെ ലോകം. അങ്ങനെ മരണത്തിനോട് അടുത്ത് കിടക്കുന്ന സമയമാകുമ്പോ മുസ്ലില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു. അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ സമ്പത്തിനോട് ഇവൻ ചോദിക്കുകയാണ്, എന്റെ സമ്പത്തേ, ഇന്നി കുന്തു അലൈക ഹരീസാ. എനിക്ക് നിന്നോട് വല്ലാത്ത ആഗ്രഹമായിരുന്നു, പക്ഷേ ഷഹീഹാ, എനിക്ക് ലബ്ധമുണ്ടായിരുന്നു എന്റെ മനസ്സിന്റെ ഉള്ളിൽ. ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുമായിരുന്നില്ല. ലബ്ധ് കൊണ്ട് ഞാൻ എന്റെ മനസ്സ് നിറച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്റെ അവസാനത്തെ ദിവസമാണ് ഭൗതികമായ ലോകത്ത്, എന്റെ ആഖിറത്തിന്റെ ആദ്യത്തെ രാത്രി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തേ, ഫമാലീ മിൻ ഇൻദിക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കുള്ള സമ്മാനം എന്തേ എന്ന് മലക്കുകളോട്, എന്ന് ആ മനുഷ്യൻ തന്റെ മക്കളോട് ആ സമ്പത്തിനോട് ചോദിക്കുമ്പോ ആ സമ്പത്ത് അവന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ ഉയർത്തപ്പിടിച്ചിട്ട് പറയുകയാണ്, ഖുദ് മിന്നീ കഫനക, ഖുദ് മിന്നീ കഫനക. മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഈ സമ്പത്തിനെ അല്ലാഹു തആല ഇവന്റെ മുന്നിൽ കൊണ്ടുവരും മരിക്കുന്നതിന് മുമ്പ്. യഹൂലു ബൈന ഐനൈഹി യംനഉഹു അനിൽ ഹഖി. അവന്റെ മുഖത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കും, നെറ്റ് ബഫർ ചെയ്യുന്ന പോലെ ഇങ്ങനെ കറങ്ങി ദുബായിലുള്ള കട, അബുദാബിയിലുള്ള കട, ഷാർജയിലുള്ള കട, ഖത്തറിലുള്ള കട, സൗദിയിലുള്ള കട, മദീനയിലുള്ളത്, മക്കയിലുള്ളത്, കാസർഗോട്ടുള്ളത്, പൂച്ചക്കാട്ടുള്ളത്, ഇതെല്ലാം ഇങ്ങനെ കറങ്ങി നിൽക്കും മരിക്കുന്നത് വരെ. അങ്ങനെ ഇവൻ ചോദിക്കും, ഇവൻ ഈ സമ്പത്തിനോട് ചോദിക്കുകയാണ്, സമ്പത്തെ, നിങ്ങളിൽ നിന്ന് എന്ത് സമ്മാനമാണ് എനിക്കുള്ളത്? എത്രയെത്ര കടകളുണ്ട്, എത്രയെത്ര സമ്പത്തുണ്ട്, എത്രയെത്ര മണിമാളികകളുണ്ട്, എത്രയെത്ര വാടക കെട്ടിടങ്ങളുണ്ട്. ഞാൻ മരിക്കാൻ പോവാണ്, എനിക്കെന്താ ഉള്ളത്? ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരു വെള്ള തുണി ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്,
നിനക്ക് പോകാനുള്ള സമ്പത്ത് ഇത് മാത്രമാണ്. 21 മുഴം വെള്ളത്തുണിയാണ്. 21 മുഴം വെള്ള തുണിയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തരുന്നത്. അതല്ലാതെ ഒരു ഫോർച്യൂണറിൽ എന്റെ ഉപ്പാന്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. എന്റെ ഉപ്പ ബെൻസ് എടുത്തതേ ഉള്ളൂ. എന്റെ ഉപ്പ ബെൻസ് എടുത്തിട്ട് ഒരു ദിവസം യാത്ര ചെയ്തതിന് മുമ്പ് മരിച്ചുപോയി. എന്റെ ഉപ്പാന്റെ മയ്യത്ത് ബെൻസിൽ കൊണ്ടുപോകണം, നടക്കൂല. 21 മുഴം തുണി, കേവലം 10,000 2,000 റുപ്യ, 2,000 2,500 റുപ്യ, അത്രേ ഉള്ളൂ സഹോദര. നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഇതേ ഉള്ളൂ. വേറെ എന്തുകൊണ്ട് അത് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്പത്താണ് നമ്മൾ ഇപ്പോൾ ചെലവ് ചെയ്യുന്നത്. إن مما يلحق المؤمن من عمله بعد موته وحسناته علما علمه فنشره أو مصحفا ورثه أو مسجدا بناه. ആരെങ്കിലും ഒരു മസ്ജിദ് കെട്ടിക്കൊടുത്താൽ, ഒരു മദ്രസ കെട്ടിക്കൊടുത്താൽ, ഒരു ഖുർആൻ വാങ്ങിക്കൊടുത്താൽ, ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ, ഒരു നന്മയായ ഒരു മകനെ വാർത്തെടുത്തിട്ടാണ് അവൻ മരണപ്പെട്ടു പോയതെങ്കിൽ അതവന്റെ ഖബറിലേക്ക്, അവൻ മരണപ്പെട്ടതിനു ശേഷം അവന്റെ ഖബറിലേക്ക് അതെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, അല്ലാഹു നമ്മുടെ സദഖകളൊക്കെ ഖബൂലാക്കട്ടെ. സദഖകൾ ചെയ്യ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ സദഖകളിലൂടെ ഒരുപാട് രോഗങ്ങൾ അല്ലാഹു പരിഹരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. ഹബീബായ തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, ഏത് കാര്യത്തിനും മനസ്സമാധാനം കിട്ടാൻ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സദഖ ചെയ്തിട്ട് ദുആ ചെയ്താൽ മനസ്സമാധാനം കിട്ടും. അല്ലാഹു തആല പറഞ്ഞു, خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم. നബിയേ, സമ്പത്ത് വേണം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ നബിയേ. ആരാണോ സമ്പത്ത് നൽകുന്നത് ആ സമ്പത്ത് വാങ്ങിയിട്ട് ഫസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനം പകരും നബിയേ. സമാധാനം കിട്ടുന്ന ഒരു ദുആ സമാധാനം കിട്ടും. തീർച്ച ദുആ സമാധാനം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന 1 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും ആ ദുആയ്ക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കറിയോ, ഡൽഹിയിൽ ഷാഹീൻ ബാഗില് ദിവസം തോറും അവിടെ സമരപന്തലിൽ കഴിയുന്ന സഹോദരിമാർക്ക് അവർക്കുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സിഖുകാരൻ എങ്ങനെയാണ് 50 ദിവസത്തോളമായി അദ്ദേഹം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. സമ്പത്ത് തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ 3 ഫ്ലാറ്റിലെ ഒരു ഫ്ലാറ്റ് വിറ്റിട്ട് ആ പണം കൊണ്ട് അദ്ദേഹം ഭക്ഷണം കൊടുക്കുക. ഒരു അമുസ്ലിമായ സഹോദരൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഭക്ഷണം കൊടുക്കുന്നതിന്റെ, അതായത് സ്വതഖ ചെയ്യുന്നതിന്റെ ഗുണം അദ്ദേഹത്തിന് അറിയാം. അതറിയാം, അതിന്റെ ആ സുഖം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് സദഖകൾ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല, ഒരു തകർച്ചയും സംഭവിക്കുകയില്ല. അത് ചെയ്യാതെ നമ്മൾ ഇന്ന് പിടിച്ചു വെച്ചതാണ്. നമ്മൾ ഹറാമിന് വേണ്ടി പണങ്ങൾ വാരി ചെലവ് ചെയ്യുന്നു, ഹലാലിന് വേണ്ടി ചെലവ് ചെയ്യാതെ വരുമ്പോഴാണ് ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ ശിക്ഷകൾ. ഹലാലിന് വേണ്ടി പണം ചെലവ് ചെയ്യാതെ ഹറാമിന് വേണ്ടി പണം ചെലവ് ചെയ്യുകയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ്. അല്ലാഹു നമ്മുടെ അന്ത്യം മോശമാക്കാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല അന്ത്യം, നല്ല മരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഖ്റജു അഹദുകും മിനദ് ദുനിയാ ഹത്താ യഅലമ ഐന മസീറഹു മിനൽ ജന്നതി അവിന്നാർ. ഒരാൾ പോലും ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെടുകയില്ല. അവന്റെ അവസാനത്തെ സമയം അവൻ സ്വർഗത്തിന്റെ അവകാശിയാണോ അതല്ല നരകത്തിന്റെ അവകാശിയാണോ? ഇത് രണ്ടാലൊന്ന് കാണാതെ ഒരാൾ
മരണപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെങ്കിൽ ആ സ്വർഗ്ഗത്തിന്റെ രൂപം കണ്ടുകൊണ്ട് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണപ്പെടുക. അവന്റെ നെറ്റിത്തടം വിയർക്കുന്ന അവസ്ഥയായിരിക്കും, അവന്റെ കണ്ണീരണിയുന്ന അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നത്. ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവന്റെ അന്ത്യം ശുഭാന്ത്യമാണ്, നല്ല അന്ത്യം, നല്ല മരണം. സ്വർഗ്ഗം കണ്ടു മരിക്കാൻ ഒരു ഭാഗ്യം അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗമോ നരകമോ ഈ രണ്ടാലൊന്ന് കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹുവേ നരകം നീ കാണിക്കല്ലേ പടച്ചവനെ, നരകം നീ കാണിക്കല്ലേ പടച്ചവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും സുബ്ഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു 7 പ്രാവശ്യം വീതം അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ചുരുക്കത്തിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയണേ. എന്തിനാണ്? നരകത്തിൽ പോകാതിരിക്കാൻ. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് 7 പ്രാവശ്യം, മഗ്രിബ് കഴിഞ്ഞ് 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ആരെങ്കിലും ഒരാള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് 1 പ്രാവശ്യം ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. അവൻ സുബ്ഹി കഴിഞ്ഞവൻ ചൊല്ലുകയാ, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും സുബ്ഹിക്ക് 1 പ്രാവശ്യം ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ ലാ യദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും 1 പ്രാവശ്യം അത് ചൊല്ലിയാൽ സുബ്ഹിക്ക് മുമ്പാണ്, രാത്രി ഉറക്കിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ ലാ യദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തിൽ പോവില്ല. സുബ്ഹിക്കും മഗ്രിബിനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്റെ പേര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മുടെ ഇഷ്ടംപോലെ കിതാബുകളിലൊക്കെ കാണും, അത് നിങ്ങൾ കാണാതെ പഠിക്കണം, നരകത്തിൽ പോകാതിരിക്കാൻ. അതിന്റെ വഴിയാണിത്. നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് കരയണം. എപ്പോഴാണ് നമ്മൾ കരയാറുള്ളത്? നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്നവരല്ലേ? സ്വർഗം നമുക്ക് ഉറപ്പുണ്ടോ? സ്വർഗം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. സ്വർഗം കിട്ടിയില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടണം. ലാ യൽജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആഖിറത്തെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആ നരകത്തിന്റെ തീഗോളങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആ കണ്ണുകൾ നാളെ നരകം തിന്നുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യൽജുന്നാർ, നരകം തിന്നുകയില്ല, നരകം നക്കി തുടയ്ക്കുകയില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ, ആഖിറത്തെ ഓർത്ത് പേടിച്ചിട്ട് കരഞ്ഞ ഒരു കണ്ണ്, അത് നരകത്തിൽ പോകില്ല. നബിയുനാ റസൂലുള്ളാഹി. എത്രയോ മോശമായ സദസ്സ് നമ്മൾ ഇരുന്നിട്ടുണ്ട്. 1 പ്രാവശ്യമെങ്കിലും ഇന്നെങ്കിലും രാത്രി പോയിട്ടൊന്ന് കരയണം, പടച്ചവനെ ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുള്ളവനാണ്, നീ ഒന്ന് മാപ്പാക്കണം. ആ കണ്ണൊന്ന് നനയട്ടെ, ആ കണ്ണു നീറണിയട്ടെ. ഒന്ന് ദുആ ചെയ്യുമ്പോ ഒന്ന് കരയും. എന്ത് ദുആ ചെയ്യുമ്പോ കരച്ചിൽ വരാത്തത്? എന്ത് നിസ്കരിക്കുമ്പോ കരച്ചിൽ വരാത്തത്? എന്ത് സുജൂദിൽ കിടക്കുമ്പോ കരച്ചിൽ വരാത്തത്? കൽബ് കറുത്തുപോയി, പാപങ്ങൾ കേറിയിട്ട് കൽബ് കറുത്തുപോയി, കറുത്ത ഡോട്ടുകൾ വീണുപോയി നമ്മുടെ കൽബിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമുക്ക് കണ്ണുനീര് വരാത്തത്, കരച്ചില് വരാത്തത്. നമ്മൾ ദുആ ചെയ്യും, പക്ഷെ കരയാൻ കഴിയുന്നില്ല, കരയാൻ കഴിയുന്നില്ല. കരയാൻ പരിശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല, ഒരിക്കലും സാധിക്കുന്നില്ല. ആഖിറത്തെ ഓർത്ത് കരഞ്ഞ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. 3 കണ്ണുകൾ ലാ തറാ അയുനുഹും നാർ, ആ 3 കണ്ണുകൾ നാളെ നരകത്തിൽ
നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ 3 കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. ഒന്ന് ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കണ്ണുകൾ നാളെ കരയുകയില്ല. അല്ലാഹുവിനെ ഓർത്ത് ദുനിയാവിൽ കരഞ്ഞ കണ്ണേ നാളെ ആഖിറത്തിൽ ആ കണ്ണ് കരയേണ്ടി വരികയില്ല. വഐനുൻ ബഖത്ത് വഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാമായ കാഴ്ചകളിൽ നിന്ന് നഊദു ബില്ലാ. ഇന്ന് മൊബൈൽ തുറന്നാൽ ഹറാമിന്റെ കാഴ്ചയല്ലേ ഞാനും നിങ്ങളും കാണുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകളെ കാക്കണേ അല്ലാ, കണ്ണുകളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആ ഹറാമിന്റെ കാഴ്ചകളിൽ നിന്ന് തന്റെ കണ്ണിനെ ആരാണോ മൂടി വെച്ചത് ആ കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. 3ാമത്തെ കണ്ണ് വഐനുൻ ഖറജ മിൻഹാ മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നിട്ട് ഒരു ഈച്ചയുടെ തലയുടെ അളവോളം കണ്ണുനീരാരാണോ ഈ ദുനിയാവിൽ ഇറ്റിക്കുന്നത് അവന്റെ കണ്ണിൽ നിന്ന് ഒരു ഡോട്ട് കണ്ണുനീര് മാത്രമാണ് വന്നത്. ഏകദേശം ഒരു ഈച്ചയുടെ, ഏകദേശം ഒരു കൊതുകിന്റെ തലയുടെ അളവോളമാണ് അവന്റെ കണ്ണ് ഈറനണിഞ്ഞതെങ്കിൽ ആ കണ്ണം നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 3 കണ്ണ് നാളെ ആഖിറത്തിൽ കരയൂല, ദുനിയാവിൽ വെച്ച് കരയണം. ഒന്ന് അല്ലാഹയെ ഓർത്ത് കരയണം, ഹറാമിൽ നിന്ന് അടച്ചു പിടിക്കണം. 3 അല്ലാഹുവിനെ ഭയന്ന് അവന്റെ ശിക്ഷയെ ഭയന്ന് ഒരു കൊതുകിന്റെ അളവോളം കണ്ണുനീര് മതി. ദിവസം തോറും കരയണം സുഹൃത്തുക്കളെ. നബി തങ്ങൾ അങ്ങനെ കരഞ്ഞു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി മാ ജസാഉ മൻ ബകാ മിൻ ഖശിയതിക. അല്ലാഹുവിനോട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ ഒരാളുടെ മുഖത്തിൽ നിന്ന് കണ്ണീരനണിഞ്ഞ് ധാരധാരയായി കണ്ണുനീര് താഴേക്ക് വഴിയുകയാണ്. നിന്നെ ഓർത്തുകൊണ്ടാണ് പടച്ചവനെ, നിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ടാണ് പടച്ചവനെ. അല്ലാഹുവേ യസീലു ഐനൈഹി അലാ വജനതൈഹി, അവന്റെ 2 ഭാഗത്തു നിന്ന് കണ്ണ് ഈറനണിയുകയാണ്, കണ്ണുനീര് താഴേക്ക് വീഴുകയാണ്. മാ ജസാഉ മിൻ ഖശിയതിക യാ അല്ലാഹ്, ഇലാഹി പടച്ചവനെ ആ കണ്ണ് ഈറനണിയുന്നതിന്റെ പേര് നിന്റെ ഭാഗത്തു നിന്നുമുള്ള കൂലി എന്താണ് അല്ലാഹ്? അല്ലാഹു തആല, അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്, ഉഹർരിമ ഐനൈഹി അൽഫിന്നാർ, അവന്റെ കണ്ണ് നാളെ നരകം നക്കി തുടയ്ക്കുന്നതിൽ നിന്ന് അവന്റെ കണ്ണുകളെ ഞാൻ സംരക്ഷിക്കുമെന്ന്, അവന്റെ കണ്ണുകളെ ഞാൻ കാത്തുകൊള്ളുമെന്ന്, അവന്റെ കണ്ണുകൾ നരകം തിന്നുന്നതിൽ നിന്ന് ഞാൻ അവന്റെ കണ്ണുകളെ ഹറാമാക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബിക്ക് മറുപടി പറയുകയാണ്. അതുകൊണ്ട് കരയണേ, അതുകൊണ്ട് കരയണേ, ആ നരകത്തിൽ പോകാതെ നമ്മുടെ കണ്ണ് ഒന്ന് ഇറനണിയിക്കണേ. വേറെ മാർഗമില്ല. ഒത്തിരി തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ചെവി കൊണ്ട് എത്ര തെറ്റ, എത്ര ഫിത്നയും ഫസാദും നമ്മൾ കേൾക്കുന്നത്. ولا تخف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ചെവി കൊടുക്കരുതേ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കാതുകളെ കുറിച്ച്, നിന്റെ കണ്ണുകളെ കുറിച്ച്, നിന്റെ ഹൃദയങ്ങളെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. നിന്റെ കണ്ണ് എന്തെല്ലാം കണ്ടിട്ടുണ്ട്, നിന്റെ കാതുകൾ എന്തെല്ലാം കേട്ടിട്ടുണ്ട്, നിന്റെ ഹൃദയങ്ങൾ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചെല്ലാം നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന് ഖുർആൻ. അല്ലാഹുവിനെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. എത്ര തെറ്റാ ദിവസം തോറും മൊബൈലിലൂടെ കാണുന്നു. അല്ലാഹുവേ, ഞാനോ ഞങ്ങളുടെ സഹോദരങ്ങളോ ചിന്തിക്കാറുണ്ടോ പടച്ചവനെ ഈ തെറ്റാണ് ഈ കാണുന്നത്, ഇത് തെറ്റാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു നിസ്സാരമായി പോയി, ഒരു നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനൊന്നും ഒരു അല്ലാഹുവിനെ കാക്കണേ പടച്ചവനെ.
അല്ലാഹു നീ കാക്കണം. ഇതൊക്കെ ചോദ്യം ഉണ്ടാവും. കണ്ണ്, കാത്, ഹൃദയം, ഇത് മൂന്നാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ يسمعون بها أولئك كالأنعام بل هم أضل നരകത്തിന് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന കുറെ അവയവങ്ങൾ. നാളെ ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും ഒരുപാട് പേര് നരകത്തിലേക്ക് പോകുമത്രേ. ആരാണ് അവർ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുകളുണ്ട്. ആ കൽബ് അല്ലാഹയെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. മരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. എന്റെ മയ്യത്ത് എല്ലാവരും പൊതിഞ്ഞ് ആ സന്തൂക്ക് പെട്ടിക്കകത്താക്കി പടച്ചവനെ ഇന്ന് ഞാൻ 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കിടക്കുന്നു, 6000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കിടക്കുന്നു, AC റൂമിൽ കിടക്കുന്നു, എന്റെ ഇക്ക എന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ട്. അല്ലാഹുവേ, ഞാൻ ആ ഖബറിൽ നാളെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ രണ്ട് ഭാഗത്തുനിന്നും പാമ്പുകൾ ഇറങ്ങി വന്നാൽ ഞാൻ ആരെ വിളിക്കും പടച്ചവനെ? ആ ഖബർ ഞെരുക്കുമ്പോ ഞാൻ ആരെ വിളിക്കും പടച്ചവനെ? ഭയങ്കരമായ ഇരുട്ടാണ് ആ ഖബറിൽ. കാലിന്റെ ഭാഗത്തുനിന്ന് പാമ്പ് ഇഴഞ്ഞു വന്നാല് പടച്ചവനെ എനിക്ക് തടയാൻ കഴിയില്ല. തലയുടെ ഭാഗത്ത് നിന്ന് പാമ്പ് ഇഴഞ്ഞു വന്നാൽ എനിക്ക് തടയാൻ കഴിയില്ല പടച്ചവനെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വൈലുൽ ലിമൻ, ആർക്ക് ഒരാൾക്ക് നരകമാണ്, ഒരാൾക്ക് നാശമാണ്. ആരാണ് അവൻ നരകത്തിലെ വൈലുൽ ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ, പാപങ്ങൾ ചെയ്തുകൊണ്ട് തൗബയില്ലാതെ ഖബറിലേക്ക് വരുന്നവരെ അവർക്ക് നാശമാണ്. തദ്ഖുലു ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്, അവരുടെ ഖബറിലേക്ക് കറുത്ത പാമ്പുകളാണ് ഇറങ്ങുന്നത്. ഒരു കറുത്ത പാമ്പ് പത്തി വിടർത്തിക്കൊണ്ട് വിഷം ചീറ്റി അവന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. മറ്റൊരു കറുത്ത പാമ്പ് വിഷം ചീറ്റി പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ കാലിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും ആ പാമ്പുകൾ അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ വേദന സഹിക്കവയ്യാതെ ആ ഇരുട്ടിന്റെ അന്ധകാര നിബിഡമായ ഇരുണ്ട തുരുത്തിൽ കിടന്നവൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഒന്ന് മടക്കണേ അല്ലാഹ്, ഒന്ന് മടക്കണേ അല്ലാഹ്, ഒരവസരം നൽകണേ അല്ലാഹ്. എത്ര വലിയ സദഖകൾ വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം, എന്റെ വീട് മുഴുവനും നിന്റെ മാർഗത്തിൽ എഴുതി കൊടുക്കാം. അല്ലാഹുവേ, 24 മണിക്കൂർ മസ്ജിദിൽ തന്നെ കഴിഞ്ഞുകൊള്ളാം. ഇനി മേലിൽ ഒരു തെറ്റ് ഞാൻ കാണുകയില്ല അല്ലാഹ്, കേൾക്കുകയില്ല അല്ലാഹ്, പറയുകയില്ല അല്ലാഹ്, ചിന്തിക്കുകയില്ല അല്ലാഹ്. റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാഹ്. 6 മണിന്റെ ഇരുണ്ട തുരത്തിൽ കിടന്നിട്ട് നിലവിളിക്കുമ്പോ ആര് കേൾക്കാനില്ല സഹോദരങ്ങളെ? പള്ളിയിലെ ഉസ്താദുമാരോ മുതഅല്ലിമീങ്ങളോ, ആ ഖബറിന്റെ അരികിൽ നിൽക്കുന്നവരോ, ആ ഖബർസ്ഥാനിന്റെ അരികിലുള്ള അയൽപക്കത്തെ വീട്ടുകാരോ ആര് കേൾക്കുന്നില്ല. നീ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുകയാണ്. ഉടനെ ആ ഇരുണ്ട മുറിയിൽ നിന്നൊരു ശരീരം കേൾക്കുകയാ, 34 വയസ്സ് വരെ ദുനിയാവിൽ സമയം കിട്ടിയില്ലേ? 40 വയസ്സ് വരെ സമയം കിട്ടിയില്ലേ? 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ ദുനിയാവിൽ അല്ലാഹു നിനക്ക് സമയം നൽകിയിട്ട് നിന്റെ ആരോഗ്യം, നിന്റെ ശരീരം, നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ ചെവി, നിന്റെ മൂക്ക്, നിന്റെ വയറ്, നിന്റെ കൽബ്, നിന്റെ കൈ, നിന്റെ കാല്, ഇത് മുഴുവനും നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്തവരല്ലേ? ഇതാ കദാലിക്കൽ അദാബ്, കദാലിക്കൽ അദാബ് ഇലാ യൗമി യുബഅസൂൻ.
ഖബറിൽ നിന്ന് വിളി വരാണ് ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ നിന്റെ ശിക്ഷ ഇതാണ്. ഇനി നീ കരഞ്ഞിട്ട് കാര്യമില്ല. കൽബ്, കാത്, കണ്ണ്. മനസ്തമഅ ഇലാ ഹദീസി ഗൈരിൻ വഹും ലഹു കാരിഹുൻ സുബ്ബ ഫീ ഉദ്നിഹി അൽആനികു യൗമൽ ഖിയാമ. ആരെങ്കിലും രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മൂന്നാമനായി അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ആ കാതുകൊണ്ട് അവര് പറയുന്ന രഹസ്യങ്ങൾ കേൾക്കാൻ നീ തയ്യാറായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ചെവിയിലേക്ക് നാളെ ഈ മുരുക്കി ഒഴിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരാളുടെ രഹസ്യം കേൾക്കാൻ മെനക്കെടരുത്. ഒരാളുടെ രഹസ്യം കേൾക്കരുത്. ഒരാളുടെ രഹസ്യം ചോർത്തിയ ഫോണും കേൾക്കരുത്. അത് രഹസ്യമാണ്. അത് രഹസ്യം ആരെങ്കിലും കേൾക്കാൻ ഈ ചെവി തയ്യാറായാൽ, അതിനുവേണ്ടി പണിയെടുത്താൽ ഈ ചെവിയിൽ നാളെ ഈ മുരുക്കി ഒഴിക്കപ്പെടുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരും ചോദിക്കാനില്ല. നാളെ ആഖിറത്തിന്റെ അവസ്ഥയാണ്. പടച്ചവൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഓരോ അവയവങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടി വരും. ഇനിയെങ്കിലും ഉണരൂ. അല്ലാഹുവിലേക്ക് മടങ്ങൂ. തൗബ ചെയ്യൂ. കളിയും ചിരിയും തമാശകളൊക്കെ കുറച്ച് കുറയ്ക്കൂ. എപ്പോഴാ മരിക്കാന്നറിയില്ല. ആ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഏത് സമയത്ത് മരിച്ചാലും പടച്ചവരെ ഞങ്ങൾക്ക് നല്ല മരണം തരണേ. നിന്റെ ഔലിയാക്കൾക്ക് കൊടുത്ത മരണം തരണേ, ആരിഫീങ്ങൾക്ക് കൊടുത്ത മരണം തരണേ എന്ന നല്ല നിയത്തോടുകൂടി പ്രവർത്തിക്കുക. ഖുർആൻ ഓത്, ഇസ്തിഗ്ഫാർ ചെയ്യ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറഞ്ഞിട്ട് കിടക്ക്. ഒളിവെടുത്തിട്ട് കിടക്ക്. ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്ക്. ആമന റസൂൽ ഓതിയിട്ട് കിടക്ക്. അതേപോലെ 10 സലാത്ത് ചൊല്ലിയിട്ട് കിടക്ക്. സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടക്ക്. കഴിയുമെങ്കിൽ സൂറത്തുൽ ദുഖാൻ, കഴിയുമെങ്കിൽ സൂറത്ത് സജദ, ഇതൊക്കെ ഓതിയിട്ട് രാത്രി കിടക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കിടന്നാൽ അന്ന് പകൽ ചെയ്ത മുഴുവൻ തെറ്റുകളും അല്ലാഹു ക്ലിയർ ചാറ്റായിട്ട് ഒഴിവാക്കി തരും. ആ രാത്രി നീ മരണപ്പെട്ടാൽ തീർച്ച അല്ലാഹുവിന്റെ ഭാഗത്തുള്ള മഗ്ഫിറത്തിന് നമ്മൾ അർഹരാകും. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ തൗബ ചെയ്യണം. പാപം ചെയ്യുന്ന തോതനുസരിച്ച് അരമണിക്കൂർ പാപം ചെയ്താൽ 1 മണിക്കൂർ ഇസ്തിഗ്ഫാർ ചെയ്യണം. 2 മണിക്കൂർ തെറ്റ് ചെയ്താൽ 3 മണിക്കൂർ ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്ത് നല്ല മരണം കൈവരിക്കാൻ നമ്മുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ, ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, അല്ലാഹുവിന്റെ നല്ല അടിയാറുകളിലേക്ക്, നല്ല ദാസന്മാരിലേക്ക്, നല്ല ദാസിമാരിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നിന്റെ ആത്മാവ് സന്തോഷത്തോടെ നീ പുറപ്പെടുവിക്കണേ, സന്തോഷത്തോടെ നീ ഇറങ്ങി വരയണമേ എന്ന് വിളിക്കപ്പെടുന്ന സാലിഹീങ്ങളായ, മുത്തഖീങ്ങളായ, മുഖ്ലിസീങ്ങളായ നല്ല ദാസന്മാരിലും ദാസിമാരിലും അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.